2017 ശേഷം ആദ്യമായി വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കാനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത്. വെസ്റ്റ് ബാങ്കിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സിവിൽ അഡ്മിനിസ്ട്രേഷനാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ബത്ലഹേമിന് സമീപം 148 ഏക്കർ, അതായത് 6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരിക്കും ഈ നിർമ്മാണം നടക്കുന്നത്. നഹാൽ ഹെലക്ടിസ് എന്ന കുടിയേറ്റ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വർഷങ്ങളോളം നീണ്ടേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ അനുമതി ലഭിക്കുന്നതിന് പദ്ധതി നടപ്പാക്കുന്നതിനും ഏറെ സമയമെടുക്കും എന്നതിനാലാണ് ഇത്. കുടിയേറ്റ കേന്ദ്ര നിർമ്മാണം സംഘർഷങ്ങൾക്കും സുരക്ഷാ പ്രശ്നങ്ങൾക്കും വഴിവെച്ചേക്കാമെന്ന് നിർമ്മാണത്തെ എതിർക്കുന്ന സംഘടനയായ പീസ് നൗ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട ഫലസ്തീനിലെ ബദീർ ഗ്രാമത്തിന്റെ ഭൂമിയിലാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണമെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പുരാതന കാർഷിക ടെറസുകൾക്ക് പേരുകേട്ട ഫലസ്തീനിയൻ ഗ്രാമമായ ബത്തീറിന്റെ ഭൂമിയിലാണ് കുടിയേറ്റ കേന്ദ്രം നിർമ്മിക്കുന്നത്. അതേസമയം ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 കടന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗസയിൽ 40 പേരാണ് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7 മുതലുള്ള കണക്ക് പ്രകാരം ഗസയിൽ മാത്രം 40,005 പേർ കൊല്ലപ്പെടുകയും 92,401 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 16,000-ലധികം പേർ കുട്ടികളാണ്. 23 ലക്ഷം ജനങ്ങളുള്ള ഗസയിൽ ജനസംഖ്യയുടെ ഏകദേശം 2% അല്ലെങ്കിൽ ഓരോ 50 പേരിൽ ഒരാളെന്ന നിലയിലാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കാലയളവിൽ വെസ്റ്റ് ബാങ്കിൽ 632 പേർ കൊല്ലപ്പെടുകയും 5,400 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹമാസിന്റെ തിരിച്ചടിയിൽ 1,139 ഇസ്രയേലികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. UN റിപ്പോർട്ട് പ്രകാരം 2 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈനിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ 30,457 ആണ്. എന്നാൽ 10 മാസം കൊണ്ട് മാത്രം ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ 40,000-ലധികം പേർ കൊല്ലപ്പെടുന്നു എന്നത് ലോക മനസ്സാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന വിവരമാണ്. ഗസയിലെ 60%-ലധികം കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുമോ നശിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തെക്കൻ നഗരമായ റഫയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നത്. പക്ഷേ അപ്പോഴും ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലും വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നൊരു വാർത്ത കൂടി വരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദനാജനകമായി മാറുന്ന കാര്യത്തിലേക്ക് കടക്കുകയാണ്.